എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു മഹോത്സവവും മൂന്നാമത് കളഭാഭിഷേകവും കളഭസദ്യയും ഏപ്രിൽ 14 ഞായറാഴ്ച നടക്കും. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മഹാവിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും നടക്കുന്നത്. ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കളഭാഭിഷേകം നടക്കുന്നത്. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു മഹോത്സവവും മൂന്നാമത് കളഭാഭിഷേകവും കളഭസദ്യയും 2024 ഏപ്രിൽ 14 ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഐശ്വര്യനും ഇഷ്ടപ്രദനുമായ എരുവേൽ ഭഗവാന്റെ തിരുനടയിൽ ഭക്ത്യാദരപൂർവ്വം ഉപദേശ സമിതിയും ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയും ശ്രീകൃഷ്ണ ഭക്ത സമിതിയും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന മഹനീയ മഹോത്സവമാണ് വിഷു മഹോത്സവം. ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി, ഭഗവാന്റെ ഐശ്വര്യം വർദ്ധിക്കുന്നതിനു വേണ്ടിയും നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് കളഭാഭിഷേകവും കളഭാഭിഷേക സദ്യയും. ഈ കളഭാഭിഷേക സദ്യ വേളകളിൽ ഭഗവാൻ അതിലൊരു അംഗമായിട്ട് വന്ന് സദ്യ വിളമ്പും എന്നാണ് നമ്മളുടെ വിശ്വാസം. എല്ലാവരുടെയും അനുഗ്രഹത്തിനു വേണ്ടി നടത്തപ്പെടുന്ന ഈ മഹനീയ മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കുചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. വിഷുദിനത്തിൽ രാവിലെ 5 മുതൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹാവിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും നടക്കും. ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മൂന്നാമത് കളഭാഭിഷേകത്തോടനുബന്ധിച്ച് രാവിലെ 6 മുതൽ സംഗീതാർച്ചന, കലാകാരിമാരായ ദീപികയും ദർശനയും അവതരിപ്പിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മൂന്നാമത് കളഭാഭിഷേകവും കളഭസദ്യയും ഈ വർഷവും വളരെയധികം ഭംഗിയായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഗ്രാമദേവനായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഷു മഹോത്സവവും കളഭാഭിഷേക സദ്യയും പൂർവാധികം ഭംഗിയായി ഈ വരുന്ന 14-ാം തീയതി, അതായത് ഞായറാഴ്ച നടത്തപ്പെടുകയാണ്. ഇതുപോലെയുള്ള മഹനീയമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പ്രധാനമായി കളഭാഭിഷേകം, കളഭസദ്യ എന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലായിരുന്നു. അമ്പലപ്പുഴ അതുപോലെ ആറന്മുള വള്ളസദ്യ, ചോറ്റാനിക്കര മകം, അതുപോലെ ചുട്ടളങ്ങര കുമ്പപ്പരണി തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭഗവാൻ സമർപ്പിക്കുന്ന കളഭാഭിഷേകവും കളഭസദ്യയും ലോകമെമ്പാടും അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. രാവിലെ 8 മണി മുതൽ ശ്രീകൃഷ്ണ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാരിമേളം, പരിയാലാംപറ്റ, കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രമാണത്തിൽ 60-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കും. 9 മണി മുതൽ കലശപൂജ, തുടർന്ന് ക്ഷേത്രതന്ത്രി താഴ്മൺമഠം കണ്ഠരർ, രാജീവർ, കണ്ഠരർ, ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കളഭാഭിഷേകം നടത്തപ്പെടും. 11 മണി മുതൽ കളഭാഭിഷേക ദർശനം. ഉച്ചയ്ക്ക് 11:30 മുതൽ ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതിയുടെ സമർപ്പണമായി നടത്തപ്പെടുന്ന അതിവിശിഷ്ടമായ കളഭസദ്യയും നടക്കും. വൈകിട്ട് 4:30 മുതൽ തിരുവാതിര അവതരണം. ശിവസിദ്ധി തിരുവാതിര സമിതി എരുവ വൈകിട്ട് 5:30 മുതൽ ഭക്തിസംഗീതം പ്രശസ്ത സംഗീതജ്ഞൻ കണ്ണൻ ജി നാഥ് അവതരിപ്പിക്കും. രാത്രി 7:30 മുതൽ ഹരിപ്പാട് കാർത്തികേയം തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര. ക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ മെയ് 4 മുതൽ 10 വരെ നടത്തപ്പെടും. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മൂന്നാമത് കളഭം, എരുവ കളഭം ഈ വർഷം വിഷുദിനത്തിൽ നടത്തപ്പെടുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലും വളരെയധികം ഭക്തജന പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെട്ട ഈ കളഭം വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ അതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 7500ഓളം ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള കളഭസദ്യ ഈ കളഭത്തിൻ്റെ പ്രാധാന്യമാണ്. അതോടൊപ്പം തന്നെ കളഭത്തിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രതന്ത്രിയായിട്ടുള്ള ബ്രഹ്മശ്രീ കണ്ഠരർ, രാജീവർ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ കളഭത്തിൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. 60ഓളം കലാകാരന്മാരുടെ പഞ്ചാരി മേളം അടക്കം, അതുപോലെ തന്നെ ഉപദേശ സമിതി അണിയിച്ചൊരുക്കുന്ന വിഷു ദർശനവും മഹാവിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും ഒക്കെ ഈ വർഷത്തെ കളഭത്തിന് മാറ്റുകൂട്ടുന്നവയാണ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഭഗവാന്
ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു വഴിപാടായിട്ടാണ് ഈ കളഭത്തെയും കളഭസദ്യയെയും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും മഹനീയമായ ഒരു സാന്നിധ്യ സഹകരണം ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ടുണ്ടാകണം. അന്നേ ദിവസം വൈകിട്ട് ഈ ശ്രീകൃഷ്ണ ഭക്തി ഗാനരംഗത്ത് അതിപ്രശസ്തനായ കണ്ണൻജി നാഥ് അവതരിപ്പിക്കുന്ന ഭക്തി സംഗീതം അടക്കമുള്ള കലാപരിപാടികൾ ഈ വിഷു ദർശനവുമായി ബന്ധപ്പെട്ട് കളഭാഭിഷേകവുമായി ബന്ധപ്പെട്ട് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. ശ്രീകൃഷ്ണ ഭക്തജന സേവാ സമിതി പ്രസിഡന്റ് അനിൽകുമാർ കോട്ടക്കുഴിയിൽ, സെക്രട്ടറി രഘു കളിയിക്കൽ, ട്രഷറർ ഗോപാലകൃഷ്ണൻ കാർത്തിക, വൈസ് പ്രസിഡന്റ് പ്രഭാഷ് പാലാഴി, അനി എരുവ എന്നിവർ സംസാരിച്ചു. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.